തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനൊപ്പം നിന്ന് കേരളം ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ ഇത്തവണ യുഡിഎഫിനൊപ്പം നിന്നപ്പോൾ എൽഡിഎഫ് പലയിടങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് ഒതുക്കപ്പെട്ടു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻഡിഎ അമ്പരപ്പിക്കുന്ന നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത എല്ലാ തദ്ദേശ സംവിധാനങ്ങളിലും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. കോർപ്പറേഷനുകളിൽ നേടി, ജില്ലാ പഞ്ചായത്തുകളിൽ നേടി, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നേടി, മുനിസിപ്പാലിറ്റികളിൽ നേടി, ഗ്രാമപഞ്ചായത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. ജനകീയമായ അതിശക്തമായ വിലയിരുത്തലാണ്, വിധിയെഴുത്താണ്. സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ വളരെ തുറന്നു കാട്ടപ്പെട്ടൊരു വിധിയെഴുത്താണ്. ആ വിധിയെഴുത്തിന് ജനങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ജനങ്ങൾ ഏൽപ്പിച്ച ഈ വിശ്വാസവും ഉത്തരവാദിത്വവും കൂടുതൽ ഭംഗിയായി, കൂടുതൽ അവരുടെ പ്രതീക്ഷകളും വർദ്ധിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് കേരളത്തെ വളർത്തിയെടുക്കാൻ, ആ കേരളത്തെ സൃഷ്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും യുഡിഎഫ് മുൻപന്തിയിലുണ്ടാവും. കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിരിക്കും ടീം യുഡിഎഫ്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ജനങ്ങൾ, ആ മഹായുദ്ധത്തിന് ഞങ്ങൾ പുറപ്പെടുമ്പോൾ ജനങ്ങൾ നൽകിയ ഇന്ധനമായി, ജനങ്ങൾ നൽകിയ ഊർജമായി വിനയത്തോടെ ഞങ്ങൾ ഇതിനെ കാണുന്നു. ബിജെപി എൻഡിഎ മുമ്പോട്ട് വെച്ച വികസിത കേരളം ജനങ്ങൾ സ്വീകരിച്ചു. അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ്, എത്രയോ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസിൽ നമ്മളുടെ ഒരു മുന്നേറ്റം, നമ്മളുടെ ഒരു ചാട്ടം, ഈ റിസൾട്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഇനി ഈ ഒരു അനാലിസിസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും, ഒരു 20% മേലെ നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയോ ഗ്രാമപഞ്ചായത്തും ലോക്കൽ ബോഡിയിൽ നമ്മൾ ഒപ്പോസിഷനും അല്ലെങ്കിൽ നമ്മൾ ഭരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ബിജെപി എൻഡിഎ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. കേരളം യുഡിഎഫിലേക്ക് ചാഞ്ഞു. ഇടതിന് വൻ തിരിച്ചടി. തലസ്ഥാനം എൻഡിഎക്ക്. 2010 ശേഷം ആദ്യമായാണ് യുഡിഎഫ് ഇങ്ങനെയൊരു ചരിത്ര മുന്നേറ്റം നേടിയെടുക്കുന്നത്. 6 കോർപ്പറേഷനിൽ 4 യുഡിഎഫിനാണ്. എൽഡിഎഫിനും എൻഡിഎക്കും ഓരോന്നും. 86 മുനിസിപ്പാലിറ്റികളിൽ 54 യുഡിഎഫിനാണ്. 28 എൽഡിഎഫിനും 2 എൻഡിഎക്കും. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 വീതം യുഡിഎഫും എൽഡിഎഫും പങ്കിട്ടു. 78 നേടി ബ്ലോക്ക് പഞ്ചായത്തിലും യുഡിഎഫ് തേരോട്ടമാണ്. 497 ഗ്രാമപഞ്ചായത്തുകളിലും യുഡിഎഫ് പടയോട്ടം. 2020 നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റികളിൽ ഭൂരിഭാഗവും യുഡിഎഫ് ഇത്തവണ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും യുഡിഎഫ് ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് എൽഡിഎഫിന് ആശ്വാസവിധി നൽകുന്നത്. പിണറായി മൂന്നാം ഭരണം എന്ന സിപിഎമ്മിന്റെ ആത്മവിശ്വാസത്തിന് മേലേറ്റ കനത്ത പ്രഹരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതിന് അനുകൂലമായി ചിന്തിക്കുന്ന കേരളത്തിലെ വോട്ടർമാർ ഇങ്ങനെ കൈവിടുമെന്ന് സിപിഎം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. 10 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയമായി കോൺഗ്രസിന് മേൽ നടത്തിയ കടന്നാക്രമണവും വോട്ടായില്ല. അതേസമയം വയനാട്ടിലെ കൽപ്പറ്റയിലും തിരുവല്ലയിലും അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ബിജെപി. കൽപ്പറ്റ നഗരസഭയിൽ പുളിയാർമല വാർഡിലാണ് ബിജെപി വിജയിച്ചത്. എം വി ശ്രേയാംസ് കുമാറിന്റെ വാർഡിലാണ് ബിജെപി മുന്നേറ്റം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാർഡിലും ബിജെപിക്ക് ജയം. എറണാകുളം പറവൂർ നഗരസഭ 21 വാർഡിൽ ബിജെപിയുടെ ആശാമുരളിയാണ് വിജയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാർഡിൽ യുഡിഎഫിന് സീറ്റ് നഷ്ടമായി. എൽഡിഎഫ് ആണ് വിജയിച്ചത്.